അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണി തുടങ്ങിയിട്ട് പകുതിയും പിന്നിട്ടു അല്ലെ. 100 ഡേയ്സ് എന്നുള്ള ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് നമ്മൾ 60 ദിവസം ആയി. റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു യാത്രയ്ക്കിടയിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, റമദാൻ എന്ന് പറയുന്ന മനോഹരമായ ദിനരാത്രങ്ങളും നമ്മളിലേക്ക് വന്നുപോയി അല്ലെ. ഒരു യാത്രയ്ക്കിടയിൽ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള പോലെ ആ റമദാനിലൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ കടന്നു പോകാൻ വേണ്ടി പറ്റിയതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞകാല റമദാനും ഈ റമദാനും തമ്മിൽ എത്രമാത്രം വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയിരിക്കുന്നത് എന്നുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഈ ഒരു അമലുകളും നമ്മളെ പൂർണ്ണമായും നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലാക്കട്ടെ എന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മിക്കാം. നമുക്കറിയാം അല്ലെ, പഴയ കാലത്ത് സ്വഹാബിമാരൊക്കെ 6 മാസം നോമ്പ് കഴിഞ്ഞാൽ 6 മാസം അതേ ഒരവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും, തുടർന്നുള്ള 6 മാസം വരുന്ന റമളാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലും അതിനുള്ള ഒരുക്കങ്ങളിലും ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഇയർ മൊത്തമായിട്ടും ആ ഒരു റമളാനിന്റെ അതേ അനുഭൂതിയോടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് അല്ലെ. അപ്പോ അൽഹംദുലില്ലാ, അതുപോലെ നമ്മളിലേക്കും നമ്മുടെ ഈ വരുന്ന ഈ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക ചെയ്യട്ടെ. അതിലപ്പുറത്തേക്ക് ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ആ ഒരു മനസ്സാന്നിധ്യത്തെ, നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ ഒരു ഹൃദയ സാന്നിധ്യത്തെ നമുക്ക് അതേ രീതിയിൽ അങ്ങോട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും അതിലേക്കൊരു പ്രിപ്പയർ വരിക എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നും കൂടി നമ്മൾ ഇത്രയും ദിവസം ആ ഒരു റമദാനിൽ ഇരിക്കുന്ന ആ ഒരു ദിവസം പോലെയല്ല, അതങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയപ്പോ, അത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോ നമ്മൾക്ക് കുറച്ച് ദിവസം ഒരു പ്രയാസം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പെരുന്നാൾ ദിവസം കഴിയലോട് കൂടിയിട്ട് മിക്കവാറും നമ്മൾ എന്തായിരിക്കും, നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനും കൂടി ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു തെറാപ്പി. നമ്മൾ ഇത്രയും ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന്റെ കൂടി നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ തെറാപ്പിയാണ്. അപ്പൊ ഇൻഷാ അള്ളാ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 21 ഡേയ്സ് എങ്കിലും അത് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു 21 ഡേയ്സിലും നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ഫോളോ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് അറിയാതെ പല പല ബെനിഫിറ്റ്സുകളും വന്നു ചേരുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം. ഈ ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് വെറും സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് അല്ല. ഒന്നുകിൽ ചിലപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഏതവസ്ഥയിൽ നിന്നായിക്കോട്ടെ, ഒന്നുകിൽ നമ്മുടെ മാനസികമായ വിഷയങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ വിഷമങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ വിഷമങ്ങളിൽ നിന്നായിക്കോട്ടെ, ഏത് തരം വിഷമങ്ങളാണോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ വിഷമങ്ങളിൽ നിന്നെല്ലാത്തിനും നമ്മൾക്ക് മെല്ലെ മെല്ലെ ഒരു റിമൂവ് കിട്ടുന്നതായിട്ട്, അതല്ലെങ്കിൽ ആ വിഷമങ്ങളെല്ലാം ആ വിഷമങ്ങളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് വലിയൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമുക്ക് ആയി മാറാൻ വേണ്ടി പറ്റും. ഏതൊരു മനുഷ്യനിക്കും ഈ ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളുടെയും നമ്മൾ പോകുന്ന സമയത്ത് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അതൊരു പ്രയാസം അല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ നമുക്ക് നല്ല പെയിൻ അനുഭവം ഉണ്ടാവും അല്ലെ. അങ്ങനെ ഈ കൈയൊന്ന് ചെറുതായി മുറിഞ്ഞാൽ നമുക്ക് നല്ല വേദന നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിനേക്കാളും കുറച്ച് കൂടുതലുള്ള ഒരു മുറിവോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പിറ്റേ ദിവസം ഉണ്ടാവുകയാണെങ്കിലോ നമുക്ക് ഇന്ന് മുറിഞ്ഞ ഈ മുറിവ് ഒന്നും അല്ലാതായി മാറും. വീണ്ടും പിറ്റേ ദിവസം ഉണ്ടായ ആ ഒരു വലിയ
മുറിവിനായിരിക്കും നമുക്ക് കൂടുതൽ വേദന ഉണ്ടാവുക, കൂടുതൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ നിലവിലുള്ള മുറിവ് ഇടന്ന് ഉണങ്ങിയതാണോ? അല്ല, നിലവിലുള്ള മുറിവ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു മുറിവ് അവിടെ ഉണ്ടായത് കൊണ്ട് ഈ ഒരു മുറിവ് നമുക്ക് ഒന്നും അല്ലാതായി മാറിയിരിക്കുകയാണ് അല്ലെ. അതേപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു ജേണിയിലൂടെ പോകുമ്പോൾ, ഈ തെറാപ്പി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തുമാവട്ടെ, ആ പ്രയാസങ്ങൾ അത് അവിടെ തന്നെ ഉണ്ടായേക്കാം. ആ പ്രയാസങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമ്പോൾ പോലും ആ പ്രയാസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടു പോവാതെ തന്നെ ആ പ്രയാസങ്ങളെ നമുക്ക് വേദനയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രയാസങ്ങളെ നമ്മൾക്ക് മാറ്റുക എന്നുള്ളതിലപ്പുറത്തേക്ക്, പ്രയാസങ്ങളെ മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് ആ പ്രയാസങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു കപ്പാസിറ്റി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിലേക്ക് തന്നിരിക്കുന്ന എല്ലാ എനർജിയും നമ്മൾ ആ എനർജിയെ കറക്റ്റ് ചെയ്തുകൊണ്ട്, ആ എനർജിയെ റബ്ബിലേക്ക് മാത്രം പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഈ പ്രയാസങ്ങളെല്ലാം ഒന്നും ഇല്ലാതാക്കി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മം കൊള്ളുന്ന സമയത്ത് മക്കയുടെ ഒരവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അല്ലെ, നമ്മൾ പല ചരിത്രങ്ങളിലൂടെ കേട്ടതാണ്. മക്കയിൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മം കൊള്ളുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെറും കള്ളിനും പെണ്ണിനും വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം നയിക്കുന്ന ആ ഒരു സമുദായത്തിലേക്കാണ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു ജനനം നൽകുന്നുള്ളത് അല്ലെ. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആലക്ക് മുത്ത് റസൂലിന് ഏറ്റവും നല്ല സൂഫി വര്യന്മാർ ജീവിക്കുന്ന, ഏറ്റവും നല്ല സൂഫിയാക്കൾ മാത്രം ജീവിക്കുന്ന ആ ഒരു കുടുംബത്തിലേക്കോ ആ ഒരു സ്ഥലങ്ങളിലേക്കോ മുത്ത് റസൂലിനെ ജനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഓരോന്നിലും നമ്മൾ പഠിക്കാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത്. നമ്മൾ പറയാ എന്താണ്, മറ്റുള്ളവർ അവരങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ആക്കുന്നുള്ളത്. ആ സാഹചര്യമല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്, ആ സാഹചര്യത്തിലൂടെ പോയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെയുള്ള രീതിയിൽ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവരുടെ തലയിൽ നമ്മുടെ പ്രശ്നങ്ങളെ ചാർത്തി വെച്ച് നാം ഒന്ന് കൈയൊഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന് തന്നെ നേതാവാക്കി കൊണ്ട് പഠിച്ച മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിത രീതി നോക്കിക്കൊണ്ട് നമുക്ക് ആ മുത്ത് റസൂലിനെ ഒരു ഗൈഡഡ് ആക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നുണ്ടെങ്കിൽ, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂഫിയാക്കളുടെ വെറും നന്മകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണ് ജനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഞാനും നിങ്ങളും പറയുമായിരുന്നു എന്ത്, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് ഇത്രയും നല്ല വ്യക്തിയായി? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മ കണ്ടിട്ടില്ല, തിന്മ അനുഭവിക്കുന്ന കൂടെ താമസിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ കൂടെ താമസിച്ചിട്ടില്ല. എന്നും സ്നേഹവും സമാധാനവും സന്തോഷവും കൊടുക്കുന്നവരുടെ കൂടെ മാത്രമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചതും വളർന്നതും ഒക്കെ. അതുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല? ദേഷ്യപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവേണ്ടി വന്നിട്ടില്ല, സങ്കടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടില്ല, പ്രയാസപ്പെടേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും എന്തായിട്ടുണ്ട്? എന്നും ആ ഒരവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ട്. ഇനി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് തന്നെ പറയുള്ളൂ അല്ലെ. അപ്പൊ അത് നമ്മൾ പറയും എന്ന് മുൻകൂട്ടി അറിയാവുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുത്ത് റസൂലിനെ ഇത്തരം ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ജനിപ്പിച്ചത്. ഇവിടെ എല്ലാവിധ കൊള്ളരുതായ്മകൾക്കും ഇടയിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുമ്പോട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. വേദനകളെ കടിച്ചമർത്തേണ്ടി വന്നിട്ടുണ്ട്. അതുവരെ അൽ അമീൻ എന്ന് പറഞ്ഞ് വിശ്വസ്തനെന്ന് വിളിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റ വാക്കിന്റെ പുറത്ത് കള്ളൻ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ പ്യൂർ ആവണം എന്ന് വിചാരിച്ചാൽ, ഞാൻ എന്നെ ശരിയാക്കണം എന്ന് വിചാരിച്ചാൽ, എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ കാലാവസ്ഥകൾ ഏതോ ആയിക്കോട്ടെ, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ എത്തരത്തിലുള്ള ആളുകളായിക്കോട്ടെ, എൻ്റെ ചുറ്റുപാടും പ്രവർത്തിക്കുന്നവർ ഏത് പ്രവർത്തനത്തിലുള്ളവരായിക്കോട്ടെ, എൻ്റെ ചുറ്റുപാടുകൾ സംസാരിക്കുന്നവർ ഏത് സംസാരിക്കുന്നവരായിക്കോട്ടെ, എന്ത് തന്നെ ആയാൽ പോലും നമുക്ക്
ആ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നബിന്റെ ഉമ്മത്തിയാണ് ഞാൻ എന്നുള്ളത് ഓർത്തുകൊണ്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ആ ഒന്നും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നറിയാം. എന്നാൽ അതിന്റെ ഒരു 1/4% സഹനം നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മുത്തറസൂലിന് അള്ളാഹു കൊടുത്ത പ്രതിസന്ധികളുടെ ഒരു 1/4% എനിക്കും നിങ്ങൾക്കും അള്ളാഹു പ്രതിസന്ധി തന്നിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഹസ്ബൻഡോ അതല്ലെങ്കിൽ നമ്മുടെ പാരൻസോ നമ്മുടെ മക്കളോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വാക്കിനെ പേറി എത്ര കാലം നമ്മൾ നടക്കുന്നുണ്ടല്ലോ. എന്നാൽ മുത്തറസൂലിനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആക്ഷേപിക്കപ്പെട്ട, കല്ലെറിഞ്ഞ് അട്ടി ഓടിച്ച ആ ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആരെങ്കിലും കല്ലെറിഞ്ഞടിച്ച് ഓടിച്ചിട്ടുണ്ടോ? നമ്മുടെ ജന്മനാടായ വീട്ടിൽ നിന്ന് നമുക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടോ? അവർ നമ്മളെ കല്ലെറിഞ്ഞാട്ടി ഓടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഒരു പ്രതിസന്ധിയും നമ്മൾ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താക്കുകയാണ്? നമ്മൾ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ഇല്ലായ്മയെ എല്ലാം ഫോക്കസാക്കി അതിനെ തന്നെ നാം നമ്മളിലേക്ക് ആഗിരണം ചെയ്ത് ആ ഒരു ചിന്തയിലൂടെ, ആ ഒരു ഓർമ്മയിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും മുറുകെ പിടിക്കേണ്ട ഒരു ആയുധം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആയുധം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു യാത്രയിലൂടെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് സോൾവ് ആവും. നെക്സ്റ്റ് വൺ, നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ഫോർഗീവ് എന്ന് പറയുന്നത്. ആ ഫോർഗീവ് എന്ന് പറയുന്ന ആ ഒരു യാത്രയിലൂടെയും നമുക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പകുതി ഭാഗവും നമ്മൾക്ക് ക്ലിയർ ആവും. ആ ഒരു സാഹചര്യങ്ങളിലൂടെ, ആ ഒരു അവസ്ഥയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, ഉറങ്ങുന്നതിനേക്കാളും മുമ്പ്, രാത്രി എന്നാണെന്നില്ല, പകലാവണമെന്നില്ല, ഏത് സമയത്താണോ നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾക്ക് എഫേർട്ടായി, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു 33 അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക. അവിടെ വേറെ ഒന്നും എഴുതണ്ട. നിങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഏതുപോലെ? എനിക്ക് കാല് തന്നു, എനിക്ക് വലത് കാൽ തന്നു, എനിക്ക് ഇടത് കാൽ തന്നു, എന്റെ വലത് കാലിന് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓരോ നമ്പർ ഇട്ട് എഴുതി വെക്കുക. അല്ലാതെ വേറെ ഒന്നും അവിടെ എഴുതണ്ട. അത് എഴുതിയ പുസ്തകമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ്സിലേക്ക് വരിക. നമുക്കത് വെച്ചിട്ട് നമുക്ക് തെറാപ്പി ചെയ്യാം. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന അവയവങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ആന്തരിക അവയവമായിക്കോട്ടെ, നമ്മുടെ പുറത്തുള്ള അവയവമായിക്കോട്ടെ, അത് ഏത് അവയവത്തിൽ വെച്ചിട്ടും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന അവയവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ടും എഴുതാം. അതിനെ വെച്ചിട്ട് എഴുതുന്ന സമയത്തും അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാലിനൊരു വേദന, അല്ലെ, നല്ല വേദനയാണ് കാലിന്. അപ്പൊ എനിക്ക് നല്ല കാലിന് വേദന എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്ത് എന്തില്ല, എനിക്ക് നല്ല കാലുണ്ട് എന്ന ആ കാലിൽ, ആ വേദനിക്കുന്ന ആ ഒരു അവയവത്തിലും നിങ്ങൾക്ക് ഉള്ളത് എന്താണോ. ഇപ്പൊ കാലിനൊരു വേദന ഉണ്ടെന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ആ കാലിനൊരു വേദന ഉണ്ടെങ്കിലും ആ കാലിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ വേദന സഹിച്ചുകൊണ്ട് നമുക്ക് ആ കാല് ഉപയോഗിച്ച് നമ്മൾ നടക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ആ കാലിന്റെ വേദന എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്റെ കാല്, എനിക്ക് അൽഹംദുലില്ലാഹ് എന്റെ ജസ്റ്റ് എന്റെ ഇടത് കാലിനാണ് വേദന എന്ന് വിചാരിക്കാം. എനിക്ക് എന്റെ റബ്ബ് ഇടത് കാൽ തന്നു. എന്റെ കാല് ഉപയോഗിച്ച് എനിക്ക് നടക്കാൻ പറ്റി. എന്റെ ഇടത് കാലിലേക്ക് എനിക്ക് ചെരുപ്പ് ധരിക്കാൻ വേണ്ടി പറ്റി. എന്റെ ഇടത് കാലിൽ നിന്ന് എന്റെ ചെരുപ്പ് എനിക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടി പറ്റി. അപ്പോ ആ കാലിന്റെ വേദന അവിടെ വെച്ചുകൊണ്ട് ആ കാലിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊക്കെ എഴുതി വെക്കുക. അപ്പൊ ഇത് എഴുതിയിട്ട് നമ്മൾ അത് വെച്ചൊരു തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ കാലിന്റെ പ്രയാസം, ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾക്ക്, എവിടെയാണോ, ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കാം, ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പൊ ആ ഒരു അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന വിഷയത്തെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
നമ്മള് നേരത്തെ എഴുതിയത് വായിച്ചാൽ മതിയോ? അല്ല, ഇന്നെഴുതിക്കൊന്ന് സെപ്പറേറ്റ്. നേരത്തെ എഴുതിയത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിലേക്ക് കണ്ടിന്യൂ ആയിട്ട് എഴുതുക, ഡെയിലി 33 ആ ആ എഴുതിയ പുസ്തകത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ആ പുസ്തകം തീരാനായിട്ടുണ്ടെങ്കിൽ പുതിയ പുസ്തകം എടുക്കുന്നെങ്കിൽ എടുക്കാം, എങ്ങനെയാവാം. പക്ഷെ ഇത് നമ്മളുടെ ക്ലാസ്സിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ തരാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ഉള്ള ഒരു പേഡായി നടത്തേണ്ട ഒരു സെഷനാണ്. പക്ഷെ നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടെ കൂടി നമ്മുടെ ഇത്ര പേരുള്ള ഗ്രൂപ്പിൽ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പേര് ഇതിലേക്ക് ഇത്രയും ആത്മാർത്ഥമായി വരുന്നുള്ളത് കൊണ്ട് ആ വരുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫർ വെച്ചതാണ് ഈ ഒരു തെറാപ്പി നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത്. അതൊരു ക്യാഷ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ക്യാഷ് ഉള്ള ഒരു സംഭവം കൂടിയാണ് ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഡെയിലി 33 നിങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുക. ഡെയിലി 33. നമ്മുടെ ഈ ഒരു പ്രോസസ്സ് തീരുന്നത് വരെ നിർബന്ധമായി 33 എഴുതിയിരിക്കണം. അത് രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചു. ആ സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയോ വായിക്കോ ഒന്നും വേണ്ട. നിങ്ങൾ ആ പോയിന്റ് മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി. ഇന്ന് എഴുതി വെച്ച പോയിന്റ് കൊണ്ട് ഇൻഷാല്ല നാളെ നമുക്ക് തെറാപ്പി ചെയ്യാം. ക്ലിയർ ആയില്ലേ? ആ ഇനിയിപ്പോ നമ്മുടെ റെക്കോർഡ് കേൾക്കുന്ന ആർക്കെങ്കിലും ഈ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല്ല അവർ നാളെ മുതൽ ലൈവിലേക്ക് പോരട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫീഡ്ബാക്കിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ ഫീഡ്ബാക്കും ഒരിക്കലും എനിക്ക് തൃപ്തിപ്പെടാനുള്ളതല്ല, പകരം നിങ്ങൾക്ക് വളരാനുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ആഖിറത്തിലേക്കും ഇതിനുള്ള ബെനിഫിറ്റ് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പൊ നമ്മളുടെ ഈ ഒരു തെറാപ്പിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാ അള്ളാ. അപ്പൊ അതൊക്കെ വായിക്കുകയോ കേൾക്കുക, എപ്പോഴെങ്കിലും ആരെങ്കിലും ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കേട്ട് കയറി വരികയാണെങ്കിൽ ഇൻഷാ അള്ളാ അത് ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായി നിങ്ങൾക്കും മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്നുകിൽ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പിംഗ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ അവിടെ അറിയിക്കും. ഓക്കെ അല്ലേ? ഇൻഷാ അള്ളാ. ഓക്കെ, അപ്പൊ ഇൻഷാ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.